ഡയബറ്റിസ് പ്രബലമാകുന്നതിന് മുമ്പുള്ള ഒരു പ്രതിഭാസമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന ആൾക്കാരിൽ പൊതുവിൽ ഷുഗർ ലെവൽ കുറയുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതുകൊണ്ട് അവർ സമയത്ത് ആഹാരം കഴിക്കുകയും എനിക്ക് ഷുഗർ ലെവൽ കുറയുന്നതുകൊണ്ട് മൃഷ്ടാന്ന ആഹാരം കഴിക്കാൻ പറ്റും എന്നൊക്കെ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്കൂട്ടവുമുണ്ട്. ഇവർക്കെല്ലാം പ്രകടമാകുന്ന ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. അവയിൽ ഒരു ലക്ഷണമാണ് ഈ സ്കിൻ ഫോൾഡുകളിൽ, കഴുത്തിലും കക്ഷത്തും ഇൻഗ്വനൽ ഏരിയയിലും ഒക്കെ ബ്ലാക്കിഷ് ബ്രൗണിഷ് പിഗ്മെൻറ്റേഷൻ വരികയും സ്കിൻ ടാഗുകൾ വരികയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഒപ്പം ഈ ഭാഗങ്ങളിൽ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. ഇവർ അപ്പോഴിതിനെ കാർട്ടറൈസ് ചെയ്യുകയോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ലേപനങ്ങൾ പുരട്ടുകയൊക്കെ ചെയ്തിട്ട് അതൊരു ത്വക്ക് രോഗമായിട്ട് മാത്രം കൺസെപ്റ്റ് എടുക്കുന്ന ഒരു രീതി. ഇത് യഥാർത്ഥത്തിൽ ഡയബറ്റീസിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ്. അപ്പോൾ ഇത്തരം ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന ആൾക്കാർ നിയതമായ ദിനചര്യകളോ എക്സസൈസുകളോ ഒക്കെ വഴി അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്യാനും പൊക്കത്തിന് അനുപാതമായ തൂക്കം കറക്റ്റ് ചെയ്യാനും അവരുടെ ആഹാരങ്ങൾ വളരെ ആരോഗ്യകരമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം റിവേഴ്സിബിളുമാണ്. ഡയബറ്റീസ് വരുന്ന ആ ഒരു കാലയളവ് മാറ്റിവെക്കാനും നീട്ടിവെക്കാനും ഒക്കെ കഴിയും. ഇനി ഡയബറ്റീസ് വന്ന ആൾക്കാരിൽ വരുന്ന ചില ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്ന ഒരവസ്ഥ. കാര്യം ഈ ഡയബറ്റിക് രോഗികൾക്ക് പൊതുവെ വേദന കുറവായിരിക്കും. അവരുടെ സംവേദന നാഡീ വ്യവസ്ഥയിലെ നെർവ് കണ്ടക്ഷൻ വളരെ മന്ദഗതിയിലും പരിമിതമായ ഇൻറ്റൻസിറ്റിയിലും ഒക്കെ ആയതുകൊണ്ട് ഇവർക്ക് വേദനകളും മറ്റും അറിയാനുള്ള ഒരു കാലതാമസം വരാറുണ്ട്. ഇവരുടെ ഈ അടിക്കടി ഈ കാൽപാദം നനഞ്ഞിട്ട് അത് തുടയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മെറ്റബോളിക് സിൻഡ്രോം ബാധിച്ച ആൾക്കാരിൽ ഈ കാലിലെ വിരലിൻ്റെ ഇടയിൽ ചെറിയ അഴുകലുകൾ ഉണ്ടാകാനും അവയിൽ ഫംഗൽ ബാധ ഉണ്ടാകാനും ഡീപ്പ് അൾസറുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ അൾസറുകൾ വളരെ ഡീപ്പായിട്ട് ആയതിന് ശേഷം മാത്രമേ ഇവർ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ നെർവ് പെർസെപ്ഷൻ വളരെ കുറവായതുകൊണ്ട്. അപ്പോൾ ഈ ഡയബറ്റിക് രോഗികൾ കൃത്യമായും എല്ലാ ദിവസവും ഉറങ്ങാൻ നേരം കാൽപാദങ്ങൾ നന്നായിട്ട് തുടച്ച് ഈർപ്പം മാറ്റി ഉണക്കാനും വിരലുകളുടെ ഇടയിൽ ഈർപ്പം നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യമാണ് ഈ ഓപ്റ്റിക് ഇഷ്യൂസ്. കണ്ണിൻ്റെ കാഴ്ച മന്ദിക്കുന്ന ഒരവസ്ഥ, ലെൻസുകൾ അതാര്യമാകുന്ന അവസ്ഥ, തിമിരം പോലുള്ള അവസ്ഥ, ഗ്ലോക്കോമ പോലുള്ള അവസ്ഥ, ഈ ഓപ്റ്റിക് നെർവ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ, ഇതെല്ലാം ഡയബറ്റിക് രോഗികൾക്ക് പതിവാണ്. അപ്പോൾ ഇത്തരം രക്തക്കുഴലുകളുടെ രൂപാന്തരം അവസ്ഥ പരിണാമം വരുമ്പോൾ ഉറപ്പായും കരുതേണ്ടത് ഇവരുടെ കാർഡിയാക് വെസലുകളും ഇവരുടെ ഹൃദയാരോഗ്യവും ഒക്കെ ഇതിനൊപ്പം തന്നെ മന്ദഗതിയിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയും രോഗിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ഡയബറ്റിക് ന്യൂറാസ്തീനിയ എന്ന് പറയുന്ന ഒരു സംഭവം. ഇവരുടെ സെക്ഷൽ ഡ്രൈവ് വളരെ കുറവായിരിക്കും, മന്ദിച്ച അവസ്ഥയിലായിരിക്കും. പലരും ഇത് പുറത്ത് പറയാറുമില്ല. ഇത് ഈ പെനൈൽ ഏരിയയിലേക്കുള്ള ബ്ലഡ് കാപ്പിലറീസ് പ്രോപ്പറായിട്ട് രക്തം ഒഴുകിയെത്താത്തത് കൊണ്ട് വരുന്ന ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്. ഇതിനുവേണ്ടി പെനിഗ്ര, എഡിഗ്ര മുതലായ ഈ മരുന്നുകൾ ഓൺ ദ കൗണ്ടറിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നവർ വളരെ ഗുരുതരമായ ഒരു സംഭവം വില കൊടുത്ത് വാങ്ങുകയാണ്. ഇത് അവരുടെ ഹൃദയാരോഗ്യത്തെ തകർക്കുകയും അവർ കാർഡിയാക് അറസ്റ്റ് വന്ന് മരണപ്പെടാനും ഒക്കെ ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഈ ഒറ്റമൂലി തേടി പോകാതെ ചികിത്സിക്കുന്ന കുടുംബ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് വേണ്ട തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മുൻകാലങ്ങളിൽ ഈ ഡയബറ്റിക് രോഗത്തിന് കഴിക്കുന്ന ആധുനിക മരുന്നുകൾ പലതും ശരീരം വല്ലാതെ തടിപ്പിക്കുന്ന ഒരു സംഭവം ആയിരുന്നു. അതിന് ഒരു തിരുത്തായിട്ട് ഇന്ന് ഈ
പുതിയ തരം കുത്തിവയ്പ്പുകൾ വന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ മാത്രം മതി. ഇത് വണ്ണം വല്ലാതെ കുറയ്ക്കുകയും ചെയ്യും, ഡയബറ്റിക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യും. ഇത്തരം മരുന്നുകൾ ആധുനിക കാലത്ത് പലരും, പല സെലിബ്രിറ്റികളും ആഘോഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് 3 മാസം കൊണ്ട് 18 കിലോ ശരീരഭാരം കുറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഈ മരുന്നുകൾക്ക് ഒട്ടനവധി പാർശ്വഫലങ്ങളുണ്ട്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്. ഇവ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഇവ പിത്താശയത്തിൽ അടിക്കടി കല്ലുകളുണ്ടായി പിത്തരസം ബ്ലോക്കായി സർജിക്കൽ ഇൻവേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം പാൻക്രിയാസിൽ സ്റ്റോണുകളുണ്ടായിട്ട് പാൻക്രിയാസ് സെപ്സിസ് ആവാനും ഇത് സെപ്റ്റിസീമിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാനും മറ്റു ചിലർക്ക് ഇത് കാർസിനോമ ടെൻഡൻസി ഉണ്ടാക്കാനും ഒക്കെ ഇടയാക്കും എന്നും ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വ്യക്തമായിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത്തരം പുതിയ പുതിയ മരുന്നുകൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്റ്റുകൾ ബോധ്യമുണ്ടാകുന്നത് വളരെ ഉത്തമമാണ് എന്ന് തോന്നുന്നു. പൊതുവിൽ പറയുന്ന ഒരു നോഷനുണ്ട്, മെലിഞ്ഞ ഡയബറ്റിക് രോഗി വണ്ണിക്കണം, വണ്ണിച്ച ഡയബറ്റിക് രോഗി മെലിയണം. ശരിയാണ്. ഇതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പഴമൊഴിയുണ്ട്, ഈ ഡയബറ്റിക് രോഗി അവിയൽ പാത്രത്തിൽ ചോറ് വിളമ്പണം, ചോറ് പാത്രത്തിൽ അവിയൽ വിളമ്പണം. എനിവേ, ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഈ 4ാം ഭാഗത്തോടെ ഇതുമായി ബന്ധപ്പെട്ട ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. അത് ഒട്ടനവധി പേർക്ക് ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ഉള്ളൊരു കൂട്ടി വായനയും ചേർത്ത് ചിന്തിക്കാനും ഒക്കെ സ്ഫുലിംഗം തീർക്കും എന്ന് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇതുമായി ബന്ധപ്പെട്ട ക്വാറീസ് വീണ്ടും അറിയിച്ചാൽ അനുബന്ധമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും ആരോഗ്യകരമായ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക്